ഒടുവിൽ പിടിവീണു. മാനസിക വൈകല്യമുള്ള യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയിരിക്കുന്നു. മലപ്പുറം വളാഞ്ചേരിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. സംഭവത്തിലെ പ്രതിയെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ആദവനാട് കാട്ടരങ്ങാട് സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് പോലീസിന്റെ പിടിയിലായത്. ഡിസംബർ 4-നാണ് കേസിനാസ്പദമായ സംഭവം. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു മനോവൈകല്യമുള്ള യുവാവ്. ആ സമയത്ത് അവിടെ എത്തുന്ന പ്രതി സിനിമ കാണിക്കാമെന്ന വാഗ്ദാനം നൽകി ഈ യുവാവിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്നു. നേരെ കൊണ്ടുപോകുന്നത് പട്ടാമ്പി റോഡിലുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു കുറ്റിക്കാട്ടിലേക്കാണ്. അവിടെ വെച്ച് ആ മനോവൈകല്യമുള്ള സാധുവായ യുവാവിനെ അതിക്രൂരമായ പ്രകൃതി വിരുദ്ധ ചൂഷണത്തിനാണ് പ്രതി ഇരയാക്കിയത്. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചു. പോലീസിന് ആദ്യം സൂചനയൊന്നും കിട്ടിയില്ല. പിന്നീട് സോഷ്യൽ മീഡിയയിലും മറ്റും നമ്മൾ കൊടുത്ത് ഗൾഫിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരമാണ് ഇത്തരം ഒരാളെ പറ്റി സൂചന കിട്ടുന്നത്. ഇയാൾ അന്വേഷിച്ചതിലാണ് ഇയാൾ ഒരു പ്രത്യേക മാനസികാവസ്ഥകളാണ്, കുട്ടികളോട് മാത്രം പ്രത്യേക ആകർഷണം തോന്നുന്ന ഒരു മാനസിക വൈകൃതത്തിന് ഉടമയാണ്. വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ്. ഇത്തരം ഒരു കുട്ടികളെയോ മറ്റ് വയ്യാത്തവരെയും കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഇത്തരം പ്രതികളിൽ നമുക്ക് സമൂഹത്തിനെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ശേഷം പ്രതി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. ആ യുവാവിൻ്റെ പക്കലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കവരുകയും ചെയ്തു. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. അതിനൊടുവിലാണ് ആദവനാട് സ്വദേശിയായ പ്രതിയെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2020-ൽ ഒരു 16 വയസ്സുകാരനെ സമാനമായ രീതിയിൽ ക്രൂരമായി ഉപദ്രവിച്ചതിൻ്റെ കേസിൽ പോക്സോ കേസിൽ പ്രതിയായിട്ടുണ്ട് ഇതേ വ്യക്തി. ആ വ്യക്തിയാണ് വീണ്ടും വളാഞ്ചേരി പോലീസിന്റെ ഇടപെടലിലൂടെ ജയിലറയ്ക്കുള്ളിലേക്ക് പോയത്.